ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് മാല ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് കുറച്ച് പേൾസ്, ഗിയർ ലോക്ക്, പിന്നെ ഒരു ഗോൾഡൻ ചെയിൻ, പിന്നെ നമ്മുടെ ഗിയർ വയറും. ആദ്യം ഗിയർ വയറിലോട്ട് പേള് മുത്തുകളും പിന്നെ ഗിയർ ലോക്കും ഇടണം. ഞാൻ ആദ്യം അടുപ്പിച്ച് 3 പേൾ ഇട്ടുപോയി. ഞാനത് തന്നെ ഊരിയിട്ട് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേള്, ഒരു ഗിയർ ലോക്ക്, പേള്, ഗിയർ ലോക്ക് അങ്ങനെ ഇടാം. നിങ്ങൾക്ക് ഗിയർ ലോക്ക് തന്നെ വേണമെന്നില്ല, ഗോൾഡൻ ബീഡ്സ് ആണെങ്കിലും ഇടാം വെറൈറ്റി ആയിട്ട്. ഞാൻ ഗിയർ ലോക്ക് ഇടാൻ കാരണം ലാസ്റ്റ് പ്രസ് ചെയ്യുമ്പം അപ്പോൾ 1-2 സ്ഥലത്ത് മാത്രം ഈ ഗിയർ ലോക്ക് പ്രസ് ചെയ്തതായിട്ടിരിക്കുമല്ലോ, അപ്പോൾ ഒരു അടുത്ത് കാണുമ്പോൾ ഒരു ഡിഫറൻസ് തോന്നിയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഗിയർ ലോക്ക് ഇട്ടിട്ട് എല്ലാം ലോക്ക് ചെയ്ത് കൊടുത്തു ലാസ്റ്റ്. അപ്പോൾ ഇങ്ങനെ മാറി മാറി ഓരോന്നിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലെടുക്കണം. ഞാൻ പല തവണയായിട്ട് റൗണ്ടാക്കി നോക്കുന്നുണ്ട് എത്ര അളവ് വേണം എന്നുള്ളത്. കാരണം ലാസ്റ്റ് ഈ റൗണ്ടിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഒരു പേള് പുറത്തോട്ടിടുന്നതായിട്ട് വേണം, അതുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളറാണ് ബേസായിട്ട് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവറോ റോസ് ഗോൾഡോ ഏത് വേണേലും എടുക്കാം. അപ്പം അതിനനുസരിച്ച് ഗിയർ ലോക്കിൻ്റെ കളറും ചേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. മാർക്കറ്റിലിപ്പോൾ എല്ലാ കളറിലെയും ഗിയർ ലോക്ക് അവൈലബിൾ ആയതുകൊണ്ട് കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ഗിയർ വയറിൽ പേള്, ഗിയർ ലോക്ക് അങ്ങനെ സെറ്റ് ചെയ്തു. ഞാൻ ഏകദേശം ഒരു 7 എണ്ണം ആണ് റൗണ്ട് ആക്കാൻ വേണ്ടി തന്നെ എടുത്തേക്കുന്നത്, പേളിൻ്റെ ഗിയർ ലോക്കിൻ്റെയും കൗണ്ട്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ സർക്കിളാക്കിയിട്ട് 2 ഗിയർ വയറിൻ്റെ 2 അറ്റവും തൊട്ടടുത്തുള്ള പേളിൻ്റെ അകത്തോടെ കയറ്റി ഇറക്കി ഗിയർ ലോക്കിൻ്റെ അകത്തോടെയും കയറ്റി ഇറക്കി ലോക്ക് ചെയ്യാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോയിലത് എന്തുമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല. മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് ക്ലിയർ ആകുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരെൻഡ് അപ്പുറത്തുള്ള എൻഡിലെ ഗിയർ ലോക്കിൻ്റെ അകത്തും പേളിൻ്റെ അകത്തൂടെയും വലിച്ചിറക്കുക. അതുപോലെ തന്നെ അടുത്ത എൻഡും അതിൻ്റെ അടുത്തുള്ള പേളിലും ഗിയർ ലോക്കിൻ്റെ അകത്തോടെയും കയറ്റി ഇറക്കി ആ ഗിയർ ലോക്കിനെ ഒന്ന് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് എല്ലാ പേളിൻ്റെയും ഇടയ്ക്കുള്ള ഗിയർ ലോക്കുകളെ പ്രസ് ചെയ്ത് വെക്കുക. അതേപോലെ എക്സ്ട്രാ ആയിട്ട് പുറത്തോട്ട് നിൽക്കുന്ന ഗിയർ വയറിനെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയും ചെയ്യുക. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് ചെയ്യുന്നത് കാണുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇനി എങ്ങനത്തെ ക്രാഫ്റ്റുകൾ കാണണം എന്നും ജ്വല്ലറിയിൽ തന്നെ വേറെ ഡിസൈൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കമൻറ്റിലൂടെയല്ലേ നമുക്കറിയാൻ പറ്റൂ എന്തുമാത്രം എല്ലാവരും കാണുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പലർക്കും പല ഐഡിയാസ് കാണും. നമുക്ക് ആ ഐഡിയാസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പം ഇത്രയും പോലും സബ്സ്ക്രൈബേഴ്സ് ആകുമെന്ന് വിചാരിച്ചില്ല. എന്നുവെച്ചാൽ എനിക്ക് ഒരുപാടൊന്നുമില്ല, ഏകദേശം 40+ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എൻ്റെ ചാനലിൽ. എന്നാലും ആരും എനിക്ക് പരിചയമുള്ള സബ്സ്ക്രൈബേഴ്സാണെന്ന് ഞാൻ പറയത്തില്ല. 1-2 ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും അങ്ങനെ വെച്ച് വളരെ ചുരുക്കം വിരലെണ്ണാവുന്ന എൻ്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സായിട്ട്. ബാക്കി എല്ലാവരും എനിക്ക് പുതിയതായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര വാല്യുബിളാണ്. ഇനിയും ഇതുപോലത്തെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ലോക്കറ്റ് ഫ്ലവർ റിങ് ഏകദേശം സെറ്റായി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ജംപ് റിങ് എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഗോൾഡൻ ചെയിൻ്റെ ഒരറ്റം ആ റിങ്ങിലേക്ക് ഇട്ട് മറ്റേ സൈഡിൽ കൂടെ നമ്മുടെ ഈ ഫ്ലവർ ലോക്കറ്റ്, അതായത് ഈ പേൾ ലോക്കറ്റിനെയും കൂടെ ഇട്ട് ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ഗോൾഡൻ ചെയിനിന് എന്തുമാത്രം ലെങ്ത്താണ് വേണ്ടതെന്ന് നോക്കി അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മറ്റേ അറ്റത്തോട്ട് വീണ്ടും വേറൊരു ജംപ് റിങ് ഇട്ട് അതിലേക്ക് ഒരു ഐപ്പിന്നിൽ പേള് കോർത്തത് ലോക്ക് ചെയ്തെടുത്ത് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുക. അതായത് ഐപ്പിന് ഇത് കണ്ടോ, ഇതൊരു ഐപ്പിനാണ്. അതിൽ നമ്മുടെ പേളിട്ടിട്ട് അതിന് എക്സസ് ആയിട്ട് വരുന്ന കമ്പീനെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ബാക്കി റിങ്ങായിട്ട് നമ്മുടെ ജംപ് റിങ് കൊളുത്തിയിടാൻ പറ്റുന്ന രീതിയിൽ വളച്ച് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ജംപ് റിങ്ങിനെ ഈ പേളിൻ്റെ ഇതിലോട്ട് തൂക്കിയിട്ട് കഴിയുമ്പം ഒരറ്റത്ത് നമ്മുടെ ഈ റൗണ്ട് പേളും മറ്റേ അറ്റത്ത് ഈ
ഒരു സിംഗിൾ പേൾ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാകും. അതിനുശേഷം നമ്മുടെ ഈ റൗണ്ടിലോട്ട് ഈ സിംഗിൾ പേളിനെ കയറ്റി ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ മാല റെഡിയായി. ഇതാകുമ്പോൾ ഫിഷ് ഹുക്കിൻ്റെയോ കൊളുത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതവിടെ സെറ്റായി കിടന്നോളും. ഇത് കഴുത്തിലിടുമ്പോൾ ഇങ്ങനെ വരും. അപ്പം ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് ഇഷ്ടത്തിന് വേണേൽ കയറ്റി ഇട്ടിട്ട് പേള് നന്നായിട്ട് തൂങ്ങിക്കിടക്കുന്ന കണക്കാക്കാം, അല്ലെങ്കിൽ പേള് തൊട്ടടുത്ത് കിടക്കുന്ന രീതിയിലാക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണേലും നിങ്ങൾക്ക് ഇടാം. അതാണ് ഞാൻ പല രീതിയിൽ വെച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്ലോസപ്പ് ലുക്ക്. ഞാൻ ഇതിൻ്റെ തന്നെ വേറൊരു കളർ കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിക്ചർ ഞാൻ ലാസ്റ്റ് ഇടാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.